കാസർഗോഡ് മഞ്ചേശ്വരത്തെ യുവാവിന് വെടിയേറ്റു. ബാക്രബേൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. രാത്രി 9:30 സംഭവം. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ്. അരുൺ, എന്താണ് സംഭവിച്ചത്? അരുൺ, രജിത്തെ രാത്രി 9:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരമാണ്, അതായത് കർണാടക കേരള അതിർത്തി പ്രദേശമാണ് ഈ ബാക്രവയൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു കുന്നിൻ മുകളിൽ കാടുമൂടി കിടക്കുന്ന പ്രദേശത്തെ വെളിച്ചം കാണുന്നു. അങ്ങനെ വെളിച്ചം കണ്ട സമയത്താണ് ഈ സവാദും സംഘവും ബൈക്കിലെത്തിയതായിരുന്നു. അവർ 5 പേരുണ്ടായിരുന്നു. അങ്ങനെ 2 പേർ റോട്ടിലും സവാദിനൊപ്പം മറ്റു 2 പേരും കൂടി ഈ കാട് മൂടിക്കിടക്കുന്ന കുന്നിൻ പ്രദേശത്തേക്ക് കയറിപ്പോയ സമയത്താണ് പെട്ടെന്ന് വെടിയേൽക്കുകയായിരുന്നു. സവാദിന്റെ കാൽമുട്ടിന് മുകളിലാണ് വെടിയേറ്റതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ പ്രദേശത്തെ മഞ്ചേശ്വരം പോലീസ് തെരച്ചിൽ തുടരുകയാണ്. അക്രമികളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള സൂചനകളും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് കാട് മൂടിക്കിടക്കുന്ന പ്രദേശമാണ്, വനപ്രദേശമാണ്. അവിടുന്ന് 1 കിലോമീറ്റർ മാത്രമാണ് കർണാടകയിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു സൂചനകളും ഇപ്പോൾ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും അക്രമികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ വെടിവെപ്പിന് പിന്നിൽ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് ഈ വനപ്രദേശത്ത് എന്തായിരുന്നു ഇവരുടെ പദ്ധതി എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. റീജിത്ത്, അരുൺ പാറയ്ക്കൽ, ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് അടക്കം ഇതിനോടകം എത്തിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ പോലീസ്? അരുൺ പാറയ്ക്കൽ, റീജിത്ത്, പോലീസ് ഇപ്പോൾ ഈ പ്രദേശത്തെ പരിശോധന തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക കേരള അതിർത്തി പ്രദേശമാണ്, ഒരു വനപ്രദേശമാണ്. ഒരു കുന്നിൻ മുകളിലാണ്, വനഭൂമിയാണ്. കുന്നിൻ മുകളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ പതിവില്ലാതെ വെളിച്ചം കണ്ടതോടുകൂടിയാണ് ഈ ബാക്രവയൽ സ്വദേശിയായ സവാദും സംഘവും അത് പരിശോധിക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് കയറിപ്പോയത്. ആ സമയത്താണ് ഈ വെടിയേൽക്കുന്നത്. ഉടൻ തന്നെ ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ അക്രമികൾ രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ വെടിവെപ്പിന് പിന്നിൽ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ വനപ്രദേശത്ത് ഈ അക്രമികൾക്ക് എന്തായിരുന്നു പദ്ധതി എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. അറിയിക്കും. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.